നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 47-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഫറവോൻ ഗസയെ തോൽപ്പിച്ചതിന് മുൻപേ ഫെലിസ്ത്യരെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ യഹോവയിൽ നിന്ന് ഉണ്ടായ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: വടക്ക് നിന്ന് വെള്ളം പൊങ്ങി കവിഞ്ഞൊഴുകുന്ന നദിയാകും. അത് ദേശത്തിന്മേലും അതിലുള്ള സകലത്തിന്മേലും പട്ടണത്തിന്മേലും അതിൽ പാർക്കുന്നവരുടെ മേലും കവിഞ്ഞൊഴുകും. അപ്പോൾ മനുഷ്യർ നിലവിളിക്കും, ദേശനിവാസികളൊക്കെയും മുറയിടും. അവൻ്റെ ബലമുള്ള കുതിരകളുടെ കുളമ്പൊച്ചയും അവൻ്റെ രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും നിമിത്തം ധൈര്യം ക്ഷയിച്ചിട്ട് അപ്പന്മാർ മക്കളെ തിരിഞ്ഞു നോക്കയില്ല. ഫെലിസ്ത്യരെയൊക്കെയും നശിപ്പിക്കാനും സോരിലും സീദോനിലും ശേഷിച്ചിരിക്കുന്ന സകല സഹായകന്മാരെയും ഛേദിച്ചു കളവാനുമുള്ള ദിവസം വരുന്നതുകൊണ്ട് തന്നെ കപ്സ്തോർ കടൽപ്പുറത്ത് ശേഷിപ്പുള്ള ഫെലിസ്ത്യരെ യഹോവ നശിപ്പിക്കും. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും? അയ്യോ യഹോവയുടെ വാളെ, നീ എത്രത്തോളം വിശ്രമിക്കാതെയിരിക്കും? നിന്റെ ഉറയിൽ കടക്ക, വിശ്രമിച്ച് അടങ്ങിയിരിക്കാം. അസ്കലോനും സമുദ്രതീരത്തിനും വിരോധമായി യഹോവ കൽപ്പന കൊടുത്തിരിക്കെ അടങ്ങിയിരിപ്പാൻ അതിന് എങ്ങനെ കഴിയും? അവിടേക്ക് അവൻ അതിനെ നിയോഗിച്ചുവല്ലോ. 46 മുതൽ 49 വരെയുള്ള അധ്യായങ്ങൾ മിസ്രയീം, ഫെലിസ്ത്യദേശം, മോവാബ്, അമ്മോൻ, ഏദോം, കേദാർ, ഹാസോർ, ഏലാം, ദമ്മേശെക്ക് തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചാണ്. അത്യുന്നതൻ സകല രാജ്യത്വങ്ങളുടെ മേലും വാഴുന്നു എന്നാണ് ദാനിയേലിന്റെ പുസ്തകത്തിലുള്ളത്. യഹോവയാണ് ഓരോ രാജ്യത്തും ഭരണാധികാരികളെ വാഴിക്കുന്നതും നീക്കുന്നതും. സകല അധികാരങ്ങളും ദൈവത്താലാകയാൽ ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണമെന്നാണ് റോമാലേഖനത്തിലുള്ളത്. സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തീമോഥെയോസിന്റെ ലേഖനത്തിലുണ്ട്. സകല മാനുഷ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങിയവനെന്നാണ് പത്രോസിലൂടെ ദൈവം എഴുതി തന്നിരിക്കുന്നത്. ഗസ, എസ്കലോൺ തുടങ്ങിയ ഫെലിസ്ത്യ പട്ടണങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്ത് അവയെ തോൽപ്പിക്കാനും ശിക്ഷിക്കാനും ദൈവമാണ് മിസ്രയീം വരെ നിയോഗിച്ചത് എന്നാണ് 47-ാം അധ്യായം പറയുന്നത്. കടലിലെ വെള്ളം കരയിലേക്ക് പൊങ്ങി വരുന്നത് പോലെ വടക്ക് നിന്നുള്ള മിസ്രയീമ്യ രഥ കൂട്ടങ്ങൾ ഇരച്ച് കയറി വരുന്നു. ഫെലിസ്ത്യദേശം കടൽത്തീരത്തുള്ള ദേശമാണ് എന്ന് നമുക്കറിയാം. ഫെലിസ്ത്യ സൈന്യത്തിന് അവർക്ക് നേരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ജനം നിലവിളിക്കുകയാണ്. ഗസ പട്ടണം നശിപ്പിക്കപ്പെട്ടതിനാൽ, മുടി കൊഴിഞ്ഞു പോയതിനാൽ കഷണ്ടി ആയിരിക്കുന്നത് പോലെ ആയിരിക്കുകയാണ്. അസ്കലോനും മുടിഞ്ഞു. വാസ്തവത്തിൽ മിസ്രയീമ്യരല്ല, ദൈവമാണ് ഈ ശിക്ഷ നടപ്പാക്കിയതെന്നാണ് യിരെമ്യാ വിളിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ രാജ്യത്തും ഏത് കക്ഷി ഭരിക്കണം, അല്ലെങ്കിൽ ഏത് ഭരണാധികാരി ഭരിക്കണം, ഏത് രാജാവ് ഭരിക്കണം എന്നൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ ധാർമ്മിക പ്രമാണങ്ങളെ പാലിക്കാൻ തയ്യാറാകുമെങ്കിൽ, നീതി നടത്താൻ തയ്യാറാകും എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭരണസ്ഥിരത ദൈവം നൽകും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവരെ നീക്കും. തൽക്ഷണം നീക്കാൻ ദൈവത്തിന് കഴിയും. നമുക്കറിയാം, വിഗ്രഹാരാധനയും മ്ലേച്ഛതയും ഇഷ്ടപ്പെട്ട ബെൽശസ്സർ എന്ന രാജാവ് ആ രാത്രിയിൽ തന്നെ കൊല്ലപ്പെടുകയാണ്. പിറ്റേന്ന് ദാര്യാവേശ് അധികാരമേൽക്കുകയാണ്.
അതുപോലെ നിഗളിയായിത്തീർന്ന നെബൂഖദ്നേസർ രാജാവ് 7 വർഷം കാട്ടിൽ കാളയെപ്പോലെ പുല്ല് തിന്ന് ജീവിക്കാനിടയായി. അവൻ അനുദപിച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും രാജത്വം ആ കാട്ടിൽ നിന്ന് അവന് ദൈവം നൽകിയത്. ഏത് രാജ്യത്തും ആര് ഭരിക്കണം എന്ന് ദൈവം തീരുമാനിക്കുന്നു. അത് ദൈവമക്കൾക്ക് ചിലപ്പോൾ ദോഷമായിരിക്കും. ശരിയാണ്, ആ ഭരണാധികാരികളെ കൊണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാരെ കൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല ഭരണം ഉണ്ടാകുന്നത് അനുഗ്രഹമാണ്. അങ്ങനെ നല്ല ഭരണം ഉണ്ടാകണമെങ്കിൽ ജനം ഭക്തിയോട് ജീവിക്കണം, ജനം ദൈവത്തെ ഭയപ്പെടണം. ഫെലിസ്ത്യർ ദൈവത്തെ ഭയപ്പെട്ടില്ല. ദൈവജനമായ ഇസ്രായേലിനെ അവർ കണ്ടമാനം ഉപദ്രവിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ദൈവം മിസ്രയീമ്യരെ കൊണ്ട് ഈ ഫിലിസ്ത്യരെ പാഠം പഠിപ്പിക്കുന്നത്. ലോകത്തിലെ സകല യുദ്ധങ്ങളും അതിൻ്റെ അപജയങ്ങളെല്ലാം തന്നെ ദൈവനിയന്ത്രിതമാണ്. തീർച്ചയായിട്ടും അത് ആളുകൾ പാഠം പഠിക്കാൻ ആവശ്യമാണ്. ഈ ഒരു പാഠം ദൈവം നമുക്ക് നൽകട്ടെ. സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരേത് പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ, അവർ നന്നായി ഭരിക്കുവാൻ, അവർക്ക് വിവേകമുണ്ടാകാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.